കിഷ്കിന്ദ കാണ്ഡം. മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ജേണറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമയോ ജേണർ സംഭവിച്ചിട്ടില്ല. ഇങ്ങനത്തെ സിനിമ ചിലപ്പോൾ നമുക്കൊരു വന്നിട്ടുണ്ടാവും, ഇങ്ങനത്തെ ഒരു ജേണർ സംഭവിച്ചുള്ള. അതായത് ആസിഫ് അലി എന്ന് പറഞ്ഞ പുള്ളിയുടെ സിനിമാ കരിയറിൽ കൊണ്ടുവന്നേക്കണ ഒരു മാറ്റമുണ്ട്. പുള്ളി എടുക്കുന്ന തിരക്കഥകൾക്കുള്ള ഒരു പ്രാധാന്യം ഈ കഥയിലും കാണാനുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കഥയുടെ തിരക്കഥയും ഡയറക്ഷനും ഡയറക്ടറെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ബ്രില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കണക്ട് ചെയ്ത് കൊണ്ടുവന്നേക്കണ കാര്യങ്ങളും പുള്ളിയുടെ ഒരു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പുള്ളി ഇട്ടാണ് ഒരു ഇൻപുട്ടും അത് ആ സിനിമയ്ക്ക് റിസംബ്ലൻസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് വന്നേക്കണതും. അതായത് പേര് പോലെ തന്നെ കിഷ്കിന്ധാകാന്ഡം എന്നുള്ളത് ഒരു രാമായണ കഥയിൽ വാനരന്മാരുടെ സെഗ്മെന്റ് വരുമ്പോൾ പറയുന്ന ഒരു പേരാണ് കിഷ്കിന്ധാകാന്ഡം. ബാലി സുഗ്രീവ അതിനുള്ള ഇതിൽ. അതുപോലെ തന്നെ ഇവിടെയും കുറെ വാനരന്മാരുടെ ഇടയിലുള്ള കുറച്ചൊരു പറ്റം മനുഷ്യരുടെ കഥയും ആ മനുഷ്യരുടെ കഥ എന്നുള്ളത് മനുഷ്യരെങ്ങനെയുള്ളവരാണ്, വന്യമൃഗജീവികളിൽ നിന്നും ഉത്ഭവപ്പെട്ടതാണെന്ന് പറയുന്ന മനുഷ്യർ അവർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പലതായിട്ടുള്ള റീസൺസും കഥ അത് പറയാൻ പറ്റില്ല. അത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്ക് എത്രത്തോളം കൺവിൻസ് ആണെന്നുള്ളത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പറയാതിരിക്കാൻ പറ്റില്ല. ആസിഫ് അലിയുടെ അഭിനയം ടോപ്പ് ലെവലാണ്, ഒരു രക്ഷയില്ല. കാരണം ചില പെർഫോമൻസ് നമുക്ക് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഇന്നതാണ് കഥ എന്നുള്ളത്. പക്ഷെ ആക്ച്വലി കഥ അങ്ങനെയല്ലെങ്കിലും പുള്ളി കൊടുത്തേക്കണ ഒരു റിയാക്ഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതാണ് കഥ ഇങ്ങനെയാണെന്നുള്ളത്. അറ്റ്മോസ്റ്റ് ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുമെങ്കിലും നമുക്കത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് പുള്ളിയുടെ റിയാക്ഷൻസ്. ഓപ്പോസിറ്റ് ആൾ അഭിനയിക്കണതിന് പുള്ളി റിയാക്ഷൻ കൊടുക്കണം, അങ്ങനെയാണ്. അത് കണക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ കാണണം, കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത് രണ്ടാമത്തെ നമ്മുടെ ഇയാള് വിജയരാഘവന്റെ ക്യാരക്ടർ, ഈ കഥയിലെ മെയിൻ ത്രെഡും മെയിൻ ക്യാരക്ടറും മെയിൻ നായകനും എല്ലാം പുള്ളിയാണെന്നാണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് മനസ്സിലാവുന്നത്. പുള്ളിയാണ് ഈ പടത്തിലെ നായകൻ. പുള്ളിയുടെ പെർസ്പെക്റ്റീവിലാണ് കഥ. പുള്ളിയാണ് ഇതിനകത്തുള്ള സ്റ്റോറി കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ പുള്ളിയാണ്. പിന്നുള്ള മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപർണ ബാലമുരളി. പടം ഷൂട്ട് ചെയ്തേക്കുന്നത് അപർണ ബാലമുരളിയുടെ പെർസ്പെക്റ്റീവിലാണ്. കഥ നടക്കുന്നത് നമ്മുടെ വിജയരാജൻ്റെ പെർസ്പെക്റ്റീവിലാണ്. കഥയിലെ ഒരു മെയിൻ എലമെൻ്റായിട്ട് വരുന്നത് ആസിഫ് അലി എന്നുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. അപ്പം 3 കുരങ്ങന്മാരാണ് നമ്മൾ കണ്ടല്ലേ. കാണില്ല, കേൾക്കില്ല, മിണ്ടില്ല എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വന്ന് നമുക്ക് അങ്ങനെയെല്ലാം കണക്ട് ചെയ്യാം. ഈ പടത്തിനെ നമുക്ക് എങ്ങനെയുള്ള കണക്ട് ചെയ്യാം. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, പടം ടോപ്പ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ. പടത്തിൻ്റെതായിട്ടുള്ള BGMs, ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ്, മ്യൂസിക്കുകൾ, പാട്ട് എന്ന് പറയാനൊന്നുമില്ല. ഈ പറഞ്ഞ എലമെന്റ്സ് എല്ലാം പടത്തിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ടോപ്പ് ലെവലിലേക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു മസ്റ്റ് വാച്ച്. ഓണത്തിന് അധികം പബ്ലിസിറ്റി കൊടുത്തുള്ള പടത്തിന് പടം ഒരുപാട് ഇത് കൊടുക്കാനുള്ള, പക്ഷെ നിങ്ങൾ മൗത്ത് പബ്ലിസിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ഈ പടത്തിന് കിട്ടണം. കാരണം ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് ഉണ്ട് ഈ പടത്തിൽ. ഈ പടം നാളെ മറ്റ് ലാംഗ്വേജുകളിലേക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. മസ്റ്റ് വാച്ചാണ്, കണ്ടുപോകും.